പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ. മാത്രവുമല്ല, പ്രതികാരവുമായി അവർ തിരികെ വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സാഗർ, നമ്മൾ അവരെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അവർ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഓടിയൊളിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഉടൻ തന്നെ ബലരാമനും കൂട്ടരും നമ്മളെ കാണുന്നതിനായി വരികയും ചെയ്യും. 30 വർഷം നടന്ന സംഭവത്തിന് പ്രതികാരം ചെയ്യുന്നതിന് തന്നെയാണ് അവർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പ്രതികാരം തന്നെയാണ്, അടങ്ങാത്ത പ്രതികാരം. സുമിത്ര മനഃപൂർവ്വമാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ആന്റിയമ്മ ആ 30 വർഷത്തിന് മുൻപുള്ള കാര്യവും പറഞ്ഞ് ഇപ്പോൾ വരെ അവർക്ക് വട്ടുണ്ടോ? ഇത് കേൾക്കുന്ന സാഗർ, നമുക്കത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അവർക്കോ അത് അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഇവിടം വരെ അവർ എത്തിയിരിക്കുകയാണ്. അവരെ നിസ്സാരക്കാരായി കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ കമ്പനികൾ തന്നെ ഇപ്പോൾ തകർത്തുകൊണ്ടാണ് അവർ വരവ് അറിയിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇനിയും വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് എന്താണോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അതിന് യാതൊരു മടിയും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തു ചാടി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സാഗർ. നമ്മൾ കാത്തിരിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് അവരുടെ അടുത്ത നീക്കം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ഇനി നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സാഗറിന്റെ വീട്ടുകാർ. ഇതേ തുടർന്ന് എന്താണ് 30 വർഷത്തിന് മുൻപ് നടന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന കൃഷ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സാഗർ, അത് പഴയ ഒരു ലവ് സ്റ്റോറിയാണ്. മാത്രവുമല്ല, സുമിത്രയും ഞാനും ഇഷ്ടത്തിലായിരുന്നു എന്നും അതിനുശേഷം ആ ബന്ധം തകർന്നതുമാണ് ഇപ്പോഴുള്ള ഈ വൈരാഗ്യത്തിന് പിന്നിലെ കാര്യം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ്, അപ്പോൾ ബലരാമൻ എൻ്റെ സഹോദരനാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടി നൽകാൻ സാധിക്കാതെ സാഗർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഇതോടെ കൃഷാകെ ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ, അതോ ഇനിയും എന്തൊക്കെയോ അപകടങ്ങൾ വരാനുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതേ സമയം ദുബായിൽ നിന്ന് തിരികെ എത്തുകയാണ് ബലരാമൻ. ചെറുപ്പത്തിൽ ഞാൻ അനുഭവിക്കേണ്ട അവകാശങ്ങളും അതുപോലെ തന്നെ സ്വത്തുക്കളുമാണ് കൃഷ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിന്റെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കളും എല്ലാം ഞാൻ പിടിച്ചെടുക്കും. അവന് ഇഷ്ടപ്പെട്ടതെല്ലാം എൻ്റേത് മാത്രമാക്കി മാറ്റും. ഞാൻ അനുഭവിച്ച വേദന അവനും അനുഭവിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ബലരാമൻ. ഇതേ സമയം സുമിത്രയെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സാഗർ, ഇതേ തുടർന്ന് കടന്നു ചെന്നിരിക്കുകയാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ട്. പക്ഷേ സുമിത്ര, സാഗറിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഈ കാര്യത്തിൽ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്.
എന്തായാലും സാഗർ കാര്യങ്ങളെല്ലാം അറിയണം. കാരണം എന്നെ വേദനിപ്പിച്ചതിനെല്ലാം ഞാൻ തിരികെ വേദനിപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എൻ്റെ മകൻ ബലരാമൻ അതിന് തന്നെയാണ് തിരികെ വരുന്നത്. നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ യാതൊരു സമാധാനവും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തും. അതാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം ഇനി മുതൽ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്തായാലും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി നേരിടുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മുട്ടുമടക്കാൻ ഞങ്ങളും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാഗർ തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയെ ഒന്ന് ഞെട്ടിക്കുന്നുവെങ്കിലും സുമിത്ര പതറി പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. എൻ്റെ മകനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ അടുത്തത് നിങ്ങളുടെ മരണം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞതിനെ തുടർന്ന് മരിക്കാൻ എനിക്ക് പേടിയില്ല സുമിത്ര. ഞാൻ അതൊക്കെ പണ്ടേ വിട്ടുകളഞ്ഞ കാര്യമാണ്. സുമിത്രയ്ക്ക് എന്നെ കൊല്ലാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയാകട്ടെ, ഞാൻ കയ്യും കെട്ടി നിന്നു തരും. അതുകൊണ്ട് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കേണ്ടതില്ല സുമിത്ര എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് സാഗർ. ഇതേ സമയം കൺമണിയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോവുകയാണ്. കൺമണിയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അടിച്ചെടുത്തുകൊണ്ട് ധനലക്ഷ്മിയാകട്ടെ തൻ്റെ അടുത്ത നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആവശ്യം ബലരാമൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൺമണി ഒടുവിൽ തൻ്റെ തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അലിഗ ഡിസൈൻസ് ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കും വരുകയില്ല. ക്രിഷ് സാറിനെ വിട്ടുകളയാൻ എനിക്ക് സാധിക്കുകയില്ല. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് മനോജിനും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.